അധ്യായം 24 അന്നൂർ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 64. പ്രകാശം എന്നാണ് നൂറിന്റെ ഭാഷാർത്ഥം. ഇതിലെ 35-ാം സൂക്തത്തിലാണ് ഈ പദമുള്ളത്. ഹിജ്റ 6-ാം വർഷം ബനുൽ മുസ്തലിഖ് യുദ്ധത്തിനു ശേഷമാണ് ഇത് അവതീർണമായത്. ഇസ്ലാമിന്റെ സാംസ്കാരിക സദാചാര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി നിയമനിർദ്ദേശങ്ങളും അധ്യാപനങ്ങളുമാണ് ഇതിലെ പ്രധാന പ്രമേയം. ലൈംഗിക സദാചാരം, വ്യഭിചാരം, അപവാദാരോപണം, ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ കുറ്റാരോപണം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഈ അധ്യായത്തിൽ വിശകലനം ചെയ്യപ്പെടുന്നു. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത് وأنزلنا فيها آيات بينات لعلكم تذكرون. ഇതൊരധ്യായമാണ്. നാം ഇതിറക്കി തന്നിരിക്കുന്നു, ഇതിനെ നിയമമാക്കി നിശ്ചയിച്ചിരിക്കുന്നു. നാം ഇതിൽ വ്യക്തമായ തെളിവുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാൻ. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وَلْيَشْهَدْ عَذَابَهُمَا طَائِفَةٌ مِّنَ الْمُؤْمِنِينَ. വ്യഭിചാരിണിയെയും വ്യഭിചാരിയെയും 100 അടി വീതം അടിക്കുക. അല്ലാഹുവിന്റെ നിയമവ്യവസ്ഥ നടപ്പാക്കുന്ന കാര്യത്തിൽ അവരോടുള്ള ദയ നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിന് സത്യവിശ്വാസികളിൽ ഒരു സംഘം സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ.